ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തോട്ട് കറങ്ങാൻ ഇറങ്ങാം കേട്ടോ. കറങ്ങാൻ എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല, അച്ഛൻ ഡ്യൂട്ടിക്ക് പോയേക്കായിരുന്നു കേട്ടോ. അപ്പം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് വിളിച്ചിട്ട് പറഞ്ഞു പുറത്തോട്ട് വരുവാണെങ്കിൽ ഇവിടെ നമ്മുടെ അടുത്ത് ഇവിടെ ഫ്രൈഡേ കൊണ്ടൊരു ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വരെ ഒന്ന് പോകാം, ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓഫർ ഉണ്ടോ എന്നൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ചുമ്മാ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അച്ഛൻ നേരെ ഷോപ്പിൽ നിന്ന് വരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി താഴോട്ട് പോയി, ഞാൻ സാറക്കുട്ടിയും കൂടെ. സാറക്കുട്ടിക്ക് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. എങ്ങോട്ടാണേലും കുഴപ്പമില്ല, ഒന്ന് പുറത്തോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവളിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതിനകത്തൊക്കെ കയറി കേട്ടോ. ഇതൊരു എന്താ പറയുക, കുറച്ച് പ്രൈസൊക്കെ കുറവുള്ള ഇങ്ങനെ ഒരു കടയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിൽ വേണ്ട സാധനങ്ങൾ, ഡ്രസ്സ്, ചെരുപ്പ്, എന്താ പറയുക, എല്ലാം A to Z എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെല്ലാം ഒന്നും അങ്ങനെ മേടിക്കത്തില്ല. എന്തെങ്കിലും എന്താ പറയുക, നമുക്ക് ഓഫറൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ചുമ്മാ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട്, ചുമ്മാ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് വൈകിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ ഞാൻ ഇവിടേക്ക് ഇങ്ങനെ കാണിക്കുകയാണ്. അതുകൊണ്ട് എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ നല്ല രീതിയിൽ കാണും. ഇവിടെ സോപ്പും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു കണ്ണാടി നോക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കണ്ണാടി നോക്കുന്നുണ്ട്. എനിക്കൊരു കണ്ണാടി ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ. പൊട്ടിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ കയറി അറിയാതെ ഞാൻ തന്നെ ചവിട്ടി പൊട്ടിച്ച്. ഇതിപ്പോൾ അച്ചാച്ചൻ ഒരു ഗ്ലാസ് വെച്ച് നോക്കിയതാ, പിന്നെ ഞാൻ ഒരെണ്ണം വെച്ച് നോക്കി. ഇതെനിക്ക് ഇഷ്ടമായി, പക്ഷെ അച്ചാച്ചൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ വേറെ 1-2 ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ കൊള്ളാവോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഇപ്പം നമ്മളിതാട്ടോ എടുത്തത്. അപ്പോൾ അച്ചാച്ചൻ ഇത് ഇഷ്ടപ്പെട്ടു. അച്ഛൻ പറഞ്ഞിട്ട് വലിപ്പം ഉണ്ടെങ്കിലും ഇതാണ് നല്ലത്, അപ്പോൾ ഫുള്ള് കവർ ചെയ്ത് നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മറ്റേത് നമുക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നോണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട്. പക്ഷെ എനിക്കതായിരുന്നു ഇഷ്ടപ്പെട്ടു ഒന്നും കൂടെ. പിന്നെ ഇത് കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു. കുറേ ബാംഗിൾസ് ഒക്കെ, നല്ല കല്ലൊക്കെ വെച്ചിട്ടുള്ള കുറേ ബാംഗിൾസ്. അത് വലിയവർക്കും ചെറിയവർക്കൊക്കെ പറ്റിയ ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. 10 റംസ് സംതിങ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഉണ്ട്. ഇതേ കണ്ടേ, നമ്മുടെ നെക്ലേസിന്റെ സെറ്റൊക്കെ നമ്മൾ നാട്ടിലൊക്കെ മേടിക്കാൻ കിട്ടത്തില്ലേ, അതുപോലത്തെ കുറേ ഭയങ്കര ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നല്ല കല്ലുകളൊക്കെ വെച്ചിട്ടുള്ള കുറേ കുഞ്ഞുതും ഉണ്ടായിരുന്നു, വലിയതും ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ നെക്ലേസ്, ഈ ഗ്രീൻ സ്റ്റോണൊക്കെ വരുന്ന നല്ല ഭംഗിയുണ്ടായിരുന്നേ. പിന്നെ ഇതൊരു ബാഗിന്റെ സെക്ഷനാണ്. നല്ല നമ്മുടെ പാർട്ടി വെയറിനൊക്കെ പോകാൻ പറ്റിയ നല്ല ഗിൽറ്റൊക്കെ പിടിപ്പിച്ച നല്ല സൂപ്പർ ബാഗുകൾ കേട്ടോ. ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഒന്നും എടുത്തില്ല. ചുമ്മാ അവിടെ പോയപ്പോൾ ഞാൻ ഓർത്തന്ന ഒരു ചെറിയൊരു കുട്ടി വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തൊരു വീഡിയോ കേട്ടോ. പിന്നെ സാറയുടെ സെക്ഷൻ വന്നു കേട്ടോ. ഇനിയിപ്പോൾ സാറ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. സാറ എല്ലാം ഒന്നും എടുക്കത്തില്ല, പക്ഷെ സാറയ്ക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവൾക്ക് അത് മാത്രം മതി കേട്ടോ. അപ്പം അത് പിന്നെ അവള് ഒരു തരത്തിലും പിന്നെ തിരിച്ചു വെക്കാനായിട്ട് നോക്കത്തില്ല. അത് തന്നെ വേണമെന്നുള്ള വാശി പിടിച്ചോണ്ടിരിക്കട്ടെ. അപ്പം ഇങ്ങനെ ഓരോ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട് കാണിച്ചു കൊടുത്താൽ സാറ പറയും വേണ്ട, അത് വേണ്ട എന്നും പറഞ്ഞിട്ട് സാറ പോയിട്ട് പിന്നെ സാറയ്ക്ക് കണ്ണിൽ ഇഷ്ടപ്പെടുന്ന എന്താണോ അത് എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു എന്താ പറയാ, നമ്മളൊരു ഡൈനോസർ അല്ലെങ്കിൽ ഒരു ആനിമൽസിന്റെ സെറ്റ് എടുത്തു കേട്ടോ. അപ്പൊ ഇവിടെ കുറെ എഗ് ഒക്കെ, കുറേ മുട്ട ഞാൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. ഞാനിപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ അച്ഛൻ എടുത്തു കുറെ മുട്ടയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മുട്ടയുടെ ഒരു സെറ്റ് സാറേക്കും ഉണ്ട് കേട്ടോ. അത് കുറെ മുട്ടയൊക്കെ എവിടേക്കോ പോയി മിസ്സായിട്ട് ഇപ്പൊ നമുക്ക് 1-2 ഉള്ളൂ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഫുള്ള് കുട്ടികളുടെ ഒരു സെക്ഷൻ ആട്ടോ. കുറെ ടോയ്സും പാവകളൊക്കെ ആയിട്ട്. ഈ പാവയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഇങ്ങനത്തതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മുടെ ഈ ഷോക്കേസിലൊക്കെ മേടിച്ച് വീട്ടിലൊക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയല്ല ഇങ്ങനെ ഇരിക്കുന്ന കാണാനായിട്ട്. അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവിടെ കുറേ ഇപ്പം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ പറയാം, നാട്ടിൽ പോകുമ്പോൾ ഒരു ബാഗ് നിറച്ച് ഇങ്ങനത്തേത് മാത്രം നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഉണ്ട്. അതുപോലെ സാറയ്ക്ക് നമ്മൾ ഈ അവിടെ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനത്തേതൊക്കെ കുറേ എടുക്കുവേ. പിന്നെ ഇത് കുറേ ചെരുപ്പിന്റെ സെക്ഷൻ ആട്ടോ. ഒരുപാട് ചെരുപ്പുകളുണ്ട്. എല്ലാം ഈ 10 റംസ്, 15 റംസ്, 30 റംസിന്റെ ഒക്കെ. ഇത് കുറച്ച് ഹീൽസ് കൂടുതലുള്ള ടൈപ്പായിട്ട്. ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ എന്താ പറയുക, മാച്ചിങ് ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ്. അപ്പം അങ്ങോട്ടൊക്കെ ഒരുപാട് ഷൂവിന്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ. വീണ്ടും ഞാൻ കറങ്ങി തിരിഞ്ഞ് ഇവിടെ നമ്മുടെ ടോയ്സിന് പാവയുടെ ഒക്കെ എടുത്തു പോകുന്നു കേട്ടോ. എനിക്ക് ഈ പെങ്കൊച്ചിന്റെ പാവയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഈ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ കുറെ പാവകളുണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ കീ കൊടുക്കുമ്പം ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന ഇതാട്ടോ. നമ്മളിത് വീണ്ടും ടോയ്സിന്റെ സെക്ഷനിലേക്ക് വന്ന് സാറക്കുട്ടിക്ക് ഇവിടുന്ന് നമ്മളൊരു പാവയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുഞ്ഞൊരു ആനക്കുട്ടീനെ എടുക്കും. അപ്പൊ അവിടുന്ന് ഇങ്ങനെ നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നമ്മളിങ്ങനെ ഓരോ സെക്ഷൻ വെറുതെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. അത്യാവശ്യം ആളുണ്ടായിരുന്നു. എന്നാൽ വലിയ തിരക്കുമില്ലായിരുന്നു കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഒരു ക്ലോസിങ്ങിന് ഒരു 10-11 മണിയൊക്കെ ആയതുകൊണ്ട് അപ്പൊ ഒരു ക്ലോസിംഗ് ടൈം ആയിരുന്നു. പിന്നെ ഇത് താഴെയാണോ, താഴത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇങ്ങനത്തെ പാത്രങ്ങളും കാര്യങ്ങളും കുറെ നോൺ സ്റ്റിക്കിന്റെ, അതായത് നമ്മുടെ സ്റ്റീലിന്റെ
ഇതേ കണ്ടില്ലേ പല വലിപ്പത്തിലുള്ള പാത്രങ്ങൾ, മറ്റേ നമ്മുടെ ചെറിയ അണ്ടാവ് പോലത്തെ സാധനങ്ങൾ. പിന്നെ ഇത് സ്പൂണൊക്കെയാണ്. അപ്പം ഒരുപാടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഇത് കണ്ടില്ല നോൺ സ്റ്റിക്കിൻ്റെ തവയും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ഉള്ളതൊക്കെയാണ് കേട്ടോ. നമ്മളിവിടുന്ന് 1-2 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ വരുമ്പോഴത്തേക്കും 35-40 നമ്മുടെ നാട്ടിലെ റേറ്റ് ഒക്കെ തന്നെ ഏകദേശം വരും കേട്ടോ. ഇത് പ്ലേറ്റ് ഉണ്ടല്ലേ, പ്ലേറ്റിന്റെ സെറ്റ് ഉണ്ട്, നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ കുറേ സെക്ഷൻ. ഇത് പിന്നെ നല്ല രസമുണ്ടായിരുന്നുണ്ട്. ഇവിടെ കുറേ പൂക്കളും മറ്റേ ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ. ഇവിടെ നിൽക്കുമ്പോഴത്തേനും നമുക്ക് കുറേ സീനറിക്കകത്തൊക്കെ നിൽക്കുന്ന ഒരു ഫീൽ കിട്ടി കേട്ടോ. കുറേ കളറൊക്കെ നല്ല എന്തൊക്കെയാണ് ഈ പൂക്കളൊക്കെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും. ഞാൻ പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ഇതുണ്ട് നമ്മുടെ എന്താ പറയുക ഫ്രൂട്ട്സിൻ്റെ കുറേ സാധനങ്ങൾ, പിന്നെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ചെടി. അപ്പോൾ നമുക്ക് സ്പേസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ വീട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ, അറേഞ്ചൊക്കെ ചെയ്ത് വെക്കാനായിട്ട് ഹോളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. അതിൻ്റെ മറ്റേ നമ്മുടെ ഡാലിയ പൂവിൻ്റെ ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഇട്ടിട്ടു. അവിടുന്ന് നമ്മൾ വേറെ ചെന്നത് സാറക്കുട്ടിക്ക് ഒരു കുഞ്ഞ് കണ്ണാടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കണ്ണാടി നോക്കി. ഇവൾക്ക് ഓൾറെഡി ഒരു യെല്ലോ കളറിലെ കണ്ണാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ആദ്യം ചെന്നിട്ട് വീണ്ടും ഫസ്റ്റ് തന്നെ യെല്ലോ കളർ എടുത്തു. അവിടെ നമ്മൾ ബ്ലൂവും ഒരു റെഡും ഒക്കെ വെച്ച് നോക്കി. അപ്പം ഞങ്ങൾക്ക് ബ്ലൂവിനേക്കാൾ ഇഷ്ടപ്പെട്ടത് റെഡാണ്. അപ്പോൾ റെഡ് എടുത്തു കേട്ടോ. അപ്പം വേറെയും കുറേയും പാറ്റേൺ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വട്ടമൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്ട് ചുമ്മാ ലവ് ചിഹ്നത്തിൻ്റെ ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് അപ്പം അങ്ങനെ എടുത്തു. ഇതാണ് കേട്ടോ നമ്മൾ സാറൊക്കെ എടുത്ത റെഡ് കളറിലെ മറ്റേ നമ്മുടെ ലവ് ചിഹ്നത്തിൻ്റെ ഒരു ചുമ്മാ ഒരു ഗ്ലാസ്. അപ്പോൾ എപ്പോഴും ഒന്നും വെക്കത്തില്ല, ചുമ്മാ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ എടുക്കും കേട്ടോ.